സുഹൃത്തുക്കളെ നമസ്കാരം. അയറും റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇൻഫോ പാർക്കിന് അടുത്തായിട്ട് ഒരു കിഡിലൻ വില്ല പ്രോജക്റ്റ്, 8 വില്ലകൾ വരുന്ന ഒരു വില്ല പ്രോജക്റ്റ് ആണ്. അപ്പൊ ഇതിന്റെയൊക്കെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പായിട്ട് ഇതുപോലെയുള്ള നല്ല നല്ല ഡീലുകൾക്കായിട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഒരുപാട് പേര് നമ്മളെ വിളിച്ചിട്ട് ഗോഡൌണ്, വില്ലാസ്, അതുപോലെ തന്നെ ഫ്ലാറ്റ് ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ നല്ല ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോയാണ് നമ്മുടെ ചാനൽ വഴി നമ്മൾ ഇടുന്നത്. അപ്പൊ ഇന്ന് വിഷയത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ, ഈ ഒരു പ്രൊജക്ട് എന്ന് പറയുന്നത് നമ്മുടെ കാക്കനാട് വികാസവാണി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നിന്ന് ഇൻഫോ പാർക്കിലേക്ക് വെറും 10 മിനിറ്റ് യാത്രയിൽ ഉള്ള സ്ഥലമാണ് വികാസവാണി. തെങ്ങോട് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ, അതിന്റെ അടുത്താണ് ഈ ഒരു പ്രൊജക്ട് ഉള്ളത്. 8 വില്ലകളാണ് വരുന്നത്. മനോഹരമായി തന്നെ എലിവേഷൻ ചെയ്തിട്ടുണ്ട്. കിഡിലൻ പ്രൊജക്ട് എന്നൊക്കെ പറയാം. അപ്പൊ അവിടേക്കുള്ള വഴി സൗകര്യം തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു 360ഓളം വഴി സൗകര്യം ഇട്ടിട്ടുണ്ട്. ഇന്റർലോക്ക് കട്ടകളൊക്കെ വിരിച്ച് മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടേക്കുള്ള കിണർ സൗകര്യം, ഈ ഒരു വില്ല പ്രൊജക്റ്റിലേക്കുള്ള കിണർ സൗകര്യം ഇവിടെയായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ നല്ല ഇഷ്ടം പോലെ വെള്ളമുണ്ട്. അത് കൂടാതെ തന്നെ കോർപ്പറേഷൻ വാട്ടർ സൗകര്യം നമുക്ക് ഇതിൽ അവൈലബിൾ ആണെന്നുള്ളതാണ്. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ 8 വില്ലകളിൽ ഈ വില്ലയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ. 4,100 ഉണ്ട് സ്ഥലം. അതുപോലെ തന്നെ 2,200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ആയിട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പ്രോജക്റ്റ് ഈ ഒരു വീട് നമുക്കൊന്ന് കാണാം. സ്ലൈഡിങ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ 2 വാഹനം സിമ്പിൾ ആയിട്ട് തന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അതുപോലെ 2 വലിയ വാഹനം തന്നെ പാർക്ക് ചെയ്യുക. അതുപോലെ കടപ്പക്കല്ലുകൾ, ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ നൽകിയിട്ടുണ്ട്. 2 ഭാഗത്തേക്കും നടന്നു പോകാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് പോലെ തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഈ ഒരു കോർപ്പറേഷൻ വാട്ടർ സൗകര്യം നമുക്ക് ഇതിൽ അവൈലബിൾ ആണെന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ അകത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് കിടക്കുന്നില്ല. ചെറിയൊരു പാസേജ് പോലെ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ തൂണിൽ തന്നെ നമുക്ക് നല്ല മനോഹരമായി തന്നെ ഗ്ലാഡിംഗ് സ്റ്റോണിന്റെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ അതുപോലെ അകത്തേക്ക് കയറി വാ. മെയിൻ ആയിട്ടുള്ള ഡോറ് ചെയ്തിരിക്കുന്നതാണ്ട. നല്ല രീതിയിൽ തന്നെ ഗ്രോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഹാൻഡിൽസ് നൽകിയിട്ടുണ്ട്. അതുപോലെ മഹാഗണി, ആഞ്ഞലി മുതലായ തടികൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ സ്വിച്ചസ് കണ്ട GM-ന്റെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ സീലിംഗ് വർക്കൊക്കെ മനോഹരമായി തന്നെ നല്ലൊരു മോഡേൺ ഡിസൈനിങ്ങിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഒരു വുഡൻ ടച്ചിൽ തോന്നിക്കുന്ന രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 4 ഭാഗത്തും വാം ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. താഴത്തെ ഫ്ലോറിലേക്ക് വരികയാണെങ്കിൽ നല്ല വീതിയിലുള്ള 6x4 സൈസോളം വരുന്ന പ്രീമിയം ക്വാളിറ്റി ടൈലുകൾ തന്നെ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ 2 ഭാഗത്തും വലിയ വിൻഡോസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ ഭാഗത്ത് TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ചെറിയ രീതിയിൽ ഷെൽഫുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ചെറിയ പ്ലാന്റ്സുകൾ എന്തെങ്കിലുമൊക്കെ വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ വാൾ പാനലിംഗ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വന്നേ, ഇതൊരു പ്രെയർ റൂം പോലെയൊക്കെ സജ്ജീകരിച്ചിട്ടുള്ളതാണ്. നല്ല രീതിയിൽ തന്നെ മൈക്ക ലാമിനേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കൊടുത്തേക്കണണ്ട. നല്ല 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 ലൈറ്റുകൾ ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെയായിട്ടാണ് DBയുടെ സ്ഥാനം വരുന്നത് കേട്ടോ. 3 ഫേസ് കണക്ഷൻ ആണ്. V-ഗാർഡിന്റെ ആണ് വയറിങ് ഇതൊക്കെ വരുന്നത്. അപ്പൊ ഈ ഭാഗത്തേക്ക് വരുമ്പോ ഈ സ്റ്റെയർ കേസിന്റെ ഭാഗത്ത് നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടാ. അതുപോലെ നല്ല വിശാലമായിട്ടുള്ള ഡൈനിങ് സ്പേസ് ആണ്. വാഷ് ബേസിൻ കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ജാഗ്വറിന്റെ ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കൗണ്ടർ തന്നെ കൊടുത്തിരിക്കുന്നത് നോക്കി, നല്ല അടിപൊളിയായിട്ട് തന്നെ ഇതിന്റെ കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ബ്ലൈൻഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ജനൽ വരുന്നുണ്ട്. അതുപോലെ ക്രോക്കറി ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട്. നല്ല മോഡേൺ ഡിസൈനിങ്ങിലുള്ള കിച്ചൺ ആണ് കൊടുത്തിട്ടുള്ളത്. L ഷേപ്പ് കിച്ചൺ സ്ലാബിൽ നാനോ ഇഞ്ച് ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അപ്പർ ക്യാബിനറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഹോബിന്റെ ഒരു സ്ഥാനം വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇവിടെ ആയിട്ടാണ് സിങ്കിന്റെ സ്ഥാനം വരുന്നത് കണ്ടാ. അപ്പൊ നല്ല രീതിയിൽ തന്നെ കിച്ചൺ ഒരുക്കിയിട്ടുണ്ട്. വർക്ക് ഏരിയ ഇവിടെയായിട്ട് വർക്ക് ഏരിയ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് വർക്ക് ഏരിയ. നല്ല രീതിയിൽ തന്നെ കിച്ചണും അതിന്റെ വർക്ക് ഏരിയയും വിശാലമാണ്. സീലിംഗ് വർക്കൊക്കെ ബോർഡ് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോർ ഇവിടെ നിന്ന് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്തും ഡോർ വരുന്നുണ്ട് കേട്ടോ.
അപ്പൊ നമുക്ക് ബെഡ്റൂം കണ്ടില്ല, ഇത് ഇവിടെ നോക്കി കണ്ടാ, ഷെൽഫുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പ്ലാന്റ്സുകൾ എന്തെങ്കിലുമൊക്കെ വെക്കാം, സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഈ ഒരു വീട് സജ്ജീകരിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇവിടെ ആദ്യത്തെ ബെഡ്റൂം ചെറിയ ബെഡ്റൂമാണ്, ഒരു 10x10 സൈസോളം വരുന്ന ബെഡ്റൂമാണ്. അതുപോലെ തന്നെ ഇവിടെ വാൾറോബ് കൊടുത്തിട്ടുണ്ട്, അറ്റാച്ച്ഡ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ട കൺസീൽഡ് ഫിറ്റിംഗ്സ് ആണ് വരുന്നത്, സെറ ബ്രാൻഡിന്റെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നല്ല കളർ കോമ്പിനേഷനോട് കൂടിയിട്ടുള്ള ടൈലുകൾ, ഗ്ലോസി ടൈപ്പ് ടൈലുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫ്ലോറിൽ മാറ്റ് ഫിനിഷ് ടൈലുകൾ അങ്ങനെയും ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്ക് ഒക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്തേക്ക് വന്നേ, ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. ഇതൊരു 10-12 സൈസോളം വരുന്ന ബെഡ്റൂമാണ്, വിശാലമായിട്ടുള്ള ബെഡ്റൂം. വാൾറോബ് സജ്ജീകരിച്ചിട്ടുണ്ട് കേട്ടാ, വാൾറോബ് സജ്ജീകരിച്ചിട്ടുണ്ട്. അറ്റാച്ച്ഡ് ആണ്. ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട് കേട്ടാ. അതുപോലെ സീലിംഗ് വർക്കൊക്കെ നോക്കി സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് അറ്റാച്ച്ഡ് കേട്ടാ, അറ്റാച്ച്ഡ് ബാത്റൂമും. അപ്പൊ ഇനി നമുക്കറിയേണ്ടത് ഈ വീടിന്റെ 4 ബെഡ്റൂമാണ് ഉള്ളത്. 2200 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഈ സ്റ്റെയർ കേസിന്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ആയിട്ട് പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ കൊടുത്താണ് ഭംഗിയാക്കിയിട്ടുള്ളത്. ഇത് നോക്കി, ഒരു വുഡൻ ടച്ചിൽ രീതിയിൽ തോന്നിക്കുന്ന സ്റ്റെപ്പുകളാണ് കൊടുത്തിട്ടുള്ളത്. മരമല്ല കേട്ടോ, ടൈലുകളാണ്. അതുപോലെ ഹാൻഡ് റെയിൽ വർക്ക് നോക്കി, മരത്തിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ടഫ്ലന്റ് ഗ്ലാസ് നൽകിയിട്ടുണ്ട്. ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ നോക്കി ഒരു രക്ഷയിൽ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് പറകോളകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. 5 പറകോളകൾ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ചെറിയ പ്ലാന്റ്സുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. വിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് സ്പേസ് ആണ് കേട്ടോ. ഇതെവിടെയായിട്ടാണ് ഒരു TV റൂം വരുന്നത്. സീലിംഗ് വർക്കൊക്കെ ഒരു രക്ഷയിൽ അടിപൊളിയായിട്ട് തന്നെ അതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടുന്ന് തന്നെ ഒരു ബാൽക്കണി സജ്ജീകരിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ബാൽക്കണി ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല റെസിഡൻഷ്യൽ ഏരിയ ആണ്, സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഫോ പാർക്കിലേക്കൊക്കെ പോകാനുള്ള സൗകര്യമാണ്. അതുപോലെ ഇവിടെ ഈ വീടിന്റെ വില്ലയിൽ തൊട്ട് അടുത്തുള്ള വില്ലകളൊക്കെ എടുത്തേക്കുന്നത്, ഇപ്പൊ പോയിരിക്കുന്നത് ഇൻഫോ പാർക്കിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണ് എടുത്തേക്കുന്നത്. വേണ്ട, ഇതൊരു ബെഡ്റൂമാണ്. ഇതൊക്കെ വലിയ ബെഡ്റൂമാണ്, മാസ്റ്റർ ബെഡ്റൂമാണ് നമ്മൾ ആദ്യം കണ്ടത്. അതുപോലെ ഇവിടെ വേണ്ട, ഇവിടെ വാൾറോബ് അറ്റാച്ച്ഡ് ആണ്, സീലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് മനോഹരമായി തന്നെ. ഇതൊരു ബെഡ്റൂം കേട്ടോ. അപ്പൊ 4 ബെഡ്റൂമായി. ഈ റൂമിൽ നിന്ന് തന്നെ ഒരു ബാൽക്കണി, ചെറിയൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. കണ്ട, സിസ്റ്റം എന്തെങ്കിലുമൊക്കെ വെച്ച് വർക്ക് ചെയ്യാനുള്ള സൗകര്യം, ടേബിൾ കൊടുത്തിട്ടുണ്ട്, അറ്റാച്ച്ഡ് ആണ്. കണ്ട, അപ്പൊ എല്ലാ ബാത്റൂമും ബെഡ്റൂമിനൊത്ത ബാത്റൂമുമാണ് ഇതിന് സജ്ജീകരിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വീടിന്റെ യൂട്ടിലിറ്റി സ്പേസ് ആണ് ഈ ഭാഗത്ത് വരുന്നത് കേട്ടോ. ഇതാണ് യൂട്ടിലിറ്റി സ്പേസ്. ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ബ്രൗഷർ കൊടുത്തിട്ടുണ്ട്. മേളിലേക്ക് കയറി വേസ്റ്റ് മേളിൽ അലക്കി വിരിച്ചിടാനുള്ള സെറ്റപ്പ് മേളിൽ ചെയ്യാൻ പറ്റും നമുക്ക്. സ്റ്റെയർ കേസ് ആണ്, ഓപ്പൺ ടെറസിലേക്കുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കറിയാനുള്ളത് ഈ വീടിന്റെ പ്രൈസിലേക്കാണ് നടക്കേണ്ടത് കേട്ടോ. അപ്പൊ ഈ മനോഹരമായിട്ടുള്ള 8 വില്ലകളാണ്. വില്ല ഇൻഫോ പാർക്കിന് ഏകദേശം ഒരു 10 മിനിറ്റ് യാത്രയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. അപ്പൊ ഈ ഒരു പ്രൊജക്റ്റില് തന്നെ ഈ ഒരു വില്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് വരുന്നത് 4,100 സ്ഥലം, 2200 സ്ക്വയർ ഫീറ്റ് ഉണ്ട്, 4 ബെഡ്റൂം ഉണ്ട്, യൂട്ടിലിറ്റി സ്പേസ് ഉണ്ട്, ഹാൾ ഉണ്ട്, കിച്ചൺ ഉണ്ട്, വർക്ക് ഏരിയ ഉണ്ട്, എല്ലാ സൗകര്യവും ഉണ്ട്. അപ്പൊ എത്രത്തോളം മനോഹരമായിട്ടുള്ള ഈ ഒരു പ്രൊജക്റ്റിന് ചോദിക്കുന്ന വില എത്രയെന്നറിയോ? 1,08,00,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. ഈ ഒരു പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്, ആ നമ്പർ എടുക്കുക, വിളിക്കുക, നല്ലൊരു ഡീലിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് പുതിയ വീഡിയോയുമായി ഇനി നമുക്ക് കാണാം.
മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. വീണ്ടും നമുക്ക് കാണാം.